Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 9th ചാപ്റ്റർ ആയിട്ടുള്ള പെരിമീറ്റർ ആൻഡ് ഏരിയയിൽ വരുന്ന സെക്കൻഡ് സെഷൻ ആണ്. ദാറ്റ് മീൻസ് ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ. ഇതിന്റെ ഫസ്റ്റ് ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏരിയ ഓഫ് എ പാരലോഗ്രാം ആയിരുന്നു. ഓക്കെ, പാരലോഗ്രാമിന്റെ ഏരിയ നമ്മൾ ഇക്വേഷൻ പഠിച്ചു, അതിന്റെ കൂടെ പ്രോബ്ലംസും ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ പഠിക്കാം. ഓക്കെ, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. സോ അതിനായിട്ട് ഇതാ ഇവിടെ ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഓൾറെഡി വാട്ട് ഇസ് ട്രയാങ്കിൾ എന്ന്, അല്ലെ? ഇറ്റ്സ് എ സ്മോളസ്റ്റ് പോളിഗൺ. ഒരു സ്മോളസ്റ്റ് പോളിഗൺ ആണ് നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതായത് 3 സൈഡ് വരുന്ന ക്ലോസ്ഡ് ഫിഗർ, ദാറ്റ് ഇസ് ദി പോളിഗൺ. ഓക്കെ, അപ്പൊ ഇവിടെ 3 സൈഡ്സ് ഉണ്ട്. അതുപോലെ ട്രയാങ്കിൾസിന് 3 ആംഗിൾസ് വരുന്നുണ്ട്, പിന്നെ 3 വേർട്ടിസസും വരുന്നുണ്ട്. സോ ഇതാണ് ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ബേസിക്കലി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ ഏരിയ പഠിക്കണം. പെരിമീറ്റർ എങ്ങനെയാ ചെയ്യുന്നത്? ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടോട്ടൽ ബൗണ്ടറി ലെങ്ത് ആണ്. അതായത് ഇപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ എൻഡ് ചെയ്യണം. ആ ടോട്ടൽ ലെങ്ത്, ദാറ്റ് ഇസ് ദി പെരിമീറ്റർ. ഓക്കെ, അപ്പൊ ഇതിൽ ഈ ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ചെയ്യണമെങ്കിൽ ഈ ഒരു സൈഡ് ദെൻ ഇവിടെ താഴെ വരുന്ന ഈ ഒരു സൈഡ്, ഈ 3 സൈഡും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും, അല്ലെ? നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഞാൻ ഈ ഒരു ട്രയാങ്കിളിന് പേര് കൊടുത്തു A, B and C. ഓക്കെ, ജസ്റ്റ് ഒന്ന് നെയിം ചെയ്തിട്ടുണ്ട്. ഇനി പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പെരിമീറ്റർ ഇസ് ഈക്വൽ ടു ഓൾ സൈഡ്സ് ആഡ് ചെയ്താൽ മതി, അല്ലെ? അതാണ് ബൗണ്ടറിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ AB, BC ആൻഡ് AC ആഡ് ചെയ്യുന്നു. ഓക്കെ, AB plus BC plus AC. So this is the perimeter of this triangle. ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ചെയ്യണേ അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഇവിടേക്ക് സൈഡ്സിന് വാല്യൂസ് തന്നാൽ അതെല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്യാം. ഓക്കെ, അതാണ് പെരിമീറ്റർ. ഇനി വാട്ട് ഇസ് ഏരിയ? ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ഇൻസൈഡ് സ്പേസ്, അല്ലെ? ഈ ഇൻസൈഡ് വരുന്ന ഈ ഒരു സ്പേസിന്റെ മെഷർമെന്റ് ആണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. സോ ഈ ചാപ്റ്ററിൽ നമുക്ക് പെരിമീറ്റർ ചെയ്യാനൊന്നുമില്ല, ഓൾറെഡി അറിയാം ഹൗ ടു ഫൈൻഡ് ദി പെരിമീറ്റർ, അല്ലെ? അപ്പൊ നമുക്ക് ഏരിയ ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പം ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. സോ അടുത്തതായിട്ട് ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുന്നേ പാരലോഗ്രാം പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? പാരലോഗ്രാമിന്റെ ഏരിയ എങ്ങനെയാ നമ്മൾ ഫൈൻഡ് ചെയ്തത്? ബേസ് ഇൻറ്റു ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ പാരലോഗ്രാമിന്റെ ഏരിയ ചെയ്തത്. അപ്പൊ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിനെയും പാരലോഗ്രാം ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ പാരലോഗ്രാം പഠിക്കുമ്പോൾ പാരലോഗ്രാമിനെ റെക്ടാങ്കിളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് പഠിച്ചത്. അതുപോലെ ഇനി ട്രയാങ്കിളിനെയും നമുക്ക് പാരലോഗ്രാം ആയിട്ട് കണക്ട് ചെയ്യാം. സോ അതിനായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഫിഗർ കൊടുത്തിട്ടുള്ളത്, കണ്ടില്ലേ? സോ ഈ ഒരു പാരലോഗ്രാം AF C and D. ഓക്കെ, ഇതാ ഈ ഒരു പാരലോഗ്രാമിന് ദിസ് ഇസ് E. ഓക്കെ, AED and C. സോ ഇതാ ഈ കാണുന്ന പാരലോഗ്രാമിനെ നമുക്ക് 2 ട്രയാങ്കിൾസ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും, അല്ലെ? 2 ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് ഒരു പാരലോഗ്രാമിനെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? 2 ട്രയാങ്കിൾസ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു പാരലോഗ്രാമിന്റെ ഏരിയനെ 2 ആയിട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഹാഫ്, അല്ലെ? 2 ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ഹാഫ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു പാരലോഗ്രാമിനെ നമ്മൾ 2 ആക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ട്രയാങ്കിൾ ആണ്. അതായത് 2 ട്രയാങ്കിൾസ് കിട്ടും, അല്ലെ? 2 ട്രയാങ്കിൾസ് ഫോം ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? എന്താണോ നമ്മുടെ പാരലോഗ്രാമിന്റെ ഏരിയ അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ദാറ്റ് ഇസ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ. അതാണ് നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. അതിനാണ് ഈ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ 3 ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ദി സം ഓഫ് ദി ഏരിയ ഓഫ് ബോത്ത് ദി ട്രയാങ്കിൾസ് ഇസ് ഈക്വൽ ടു ദി ഏരിയ ഓഫ് ദി പാരലോഗ്രാം. ഓക്കെ, അതായത് ഈ 2 ട്രയാങ്കിൾസിന്റെ ഏരിയയുടെ സം എന്തായിട്ടാ വരുന്നത്? നമ്മുടെ പാരലോഗ്രാമിന്റെ ഏരിയ ആയിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ പാരലോഗ്രാമിന്റെ ഏരിയയുടെ ഹാഫ് ആണ് ഈ 2 ട്രയാങ്കിൾസിന്റെ ഏരിയ ആയിട്ട് വരുന്നത്. ഓക്കെ, തിരിച്ചും പറയാം. അതാണ് ഇവിടെ കൊടുത്തത്. ദി ബേസ് ആൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ ആർ സെയിം ആസ് ദി ബേസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദി പാരലോഗ്രാം. അപ്പൊ നമ്മൾ പാരലോഗ്രാമിൽ പഠിച്ചത് ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് ആയിരുന്നു. ആ സെയിം ബേസും ഹൈറ്റും ആണ് ട്രയാങ്കിളിന്റെ ഏരിയയിലും വരുന്നത്. ട്രയാങ്കിളിന്റെ ഏരിയ ചെയ്യുമ്പോഴും നമുക്ക് ബേസും ഹൈറ്റും വേണം. ബട്ട് അത് 2 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പാരലോഗ്രാമിന്റെ ഏരിയ കിട്ടുക. പക്ഷെ പാരലോഗ്രാമും ട്രയാങ്കിളും സെയിം ആണോ? നോട്ട് സെയിം അല്ല. പക്ഷെ പാരലോഗ്രാമും റെക്ടാങ്കിളും സെയിം ആയിരുന്നു. ബട്ട് പാരലോഗ്രാമും ട്രയാങ്കിളും സെയിം അല്ല, ബട്ട് അതിന്റെ ഹാഫ് ആണ്.
പാരലോഗ്രാമിന്റെ ഹാഫ് ആണ്, അല്ലെങ്കിൽ രണ്ട് റെക്ടാംഗിളിന്റെ സം ആണ് പാരലോഗ്രാമിന്റെ സം ആയിട്ട്, അതായത് ഏരിയയുടെ സം ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബേസ് ഇൻറ്റു ഹൈറ്റും ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ ഒരു ഹാഫും കൂടെ ഉണ്ടാവും, അതായത് ഹാഫ് ആണ് എടുക്കുന്നത്. ഓക്കെ, പാരലോഗ്രാമിന്റെ ഏരിയനോട് ഈക്വൽ അല്ല, ബട്ട് എന്താണ്, അതിന്റെ ഹാഫ് ആണ്. സോ ദാറ്റ്സ് വൈ അവർ ഇക്വേഷൻ ഇസ് ഏരിയ ഓഫ് ട്രയാംഗിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി എച്ച്. ബേസിനെ നമ്മൾ ബി ആയിട്ടും ഹൈറ്റിനെ എച്ച് ആയിട്ടും റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ട്രയാംഗിളിന്റെ ഏരിയ കാണാൻ ഹാഫ് ബി എച്ച് യൂസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ട്രയാംഗിളിന്റെ ഹൈറ്റും അറിയണം, ബേസും അറിയണം, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പാരലോഗ്രാമിന്റെ കേസിലും ഏരിയ ചെയ്യണമെങ്കിൽ ബേസ് ആൻഡ് ഹൈറ്റ് അറിയുമ്പോഴേ നമുക്ക് ഏരിയ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഹാഫ് എന്ന് പറയുന്നത് ഇസ് എ കോൺസ്റ്റന്റ്, അതൊരു കോൺസ്റ്റന്റ് നമ്പർ ആണല്ലോ. അപ്പൊ അതവിടെ ഫിക്സഡ് ആണ്. ബേസും ഹൈറ്റും ഓരോരോ ട്രയാംഗിൾസിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇക്വേഷൻ പഠിച്ചു, ഹൗ ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ ആയി. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഫോളോയിങ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യണം. ട്രയാങ്കിൾ പി ക്യു ആൻഡ് ആർ ആണ് കേട്ടോ ഇവിടെ, പി ക്യു ആർ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. സോ പി ക്യു ആറിന്റെ ഏരിയ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ ഹാഫ് ഉണ്ട്, ദാറ്റ് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ദെൻ ബേസ്. സോ ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ബേസ് മനസ്സിലാകുന്നുണ്ട് അല്ലെ. ദിസ് 4 സെന്റിമീറ്റർ ഇസ് ദി ബേസ് ആൻഡ് ഹൈറ്റ് ഇസ് 2 സെന്റിമീറ്റർ. ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രയാങ്കിളിന്റെ ഒരു വേർട്ടെക്സ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, ദാറ്റ് ഇസ് ദി ഹൈറ്റ്. ഓക്കെ, അപ്പൊ അത് 2 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. So ഇവിടെ base is 4 centimeter and height two centimeter. Then area. Okay, area equation, area is equal to half BH. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ചെയ്യണം. അപ്പൊ ഇവിടെ ഹാഫ് ഇൻറ്റു ബി എസ്, ബേസ് ഇസ് 4 ഇൻറ്റു ആൻഡ് ഹൈറ്റ് ഇസ് 2. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യാ, ഇവിടുന്ന് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതാ ഇവിടെ ഒരു 2, ദെൻ ഇവിടെ ഒരു 2 ഉണ്ട്. ഒരാൾ ന്യൂമറേറ്റർ, ദെൻ അടുത്ത ആള് ഡിനോമിനേറ്റർ. ക്യാൻസൽ ചെയ്യാലോ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ടേംസ് വന്നാൽ ദാറ്റ് ഇസ് 1 അല്ലെ, 1 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ക്യാൻസലിംഗ് ചെയ്യാം. സോ നെക്സ്റ്റ് ആൻസർ ഇസ് 4 അല്ലെ. ഇവിടെ 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ഇൻറ്റു 4 ഇസ് 4, ദെൻ ഇവിടെയും 1 ആണ് വരിക അല്ലെ. അപ്പൊ അത് ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസർ ഇസ് 4. സോ ആൻസർ ഇസ് ഏരിയ ഈക്വൽ ടു 4 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, യൂണിറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. ഏരിയയുടെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെ ക്ലിയർ ആയല്ലോ? ഈ ഒരു പ്രോബ്ലം ചെയ്തത് ഈസിയാണ്, ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യമായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലും ഏരിയ ഫൈൻഡ് ചെയ്യാൻ തന്നെയാണ്. നെക്സ്റ്റ് ഒരു ഫിഗർ ആണ്. ഇവിടെ ട്രയാങ്കിൾ LON, ദാറ്റ് ഇസ് ദി ട്രയാങ്കിൾ. ആൻഡ് ഇവിടെ നോക്കിക്കേ, ഇവിടെ ബേസ് ഉണ്ടോ, ഹൈറ്റ് ഉണ്ടോ, എന്തൊക്കെയാ കാര്യങ്ങൾ ഉള്ളത്? ബേസ് ഉണ്ട് അല്ലെ. ബേസ് 3 സെന്റിമീറ്റർ. നമ്മുടെ ട്രയാങ്കിൾ ശരിക്കും LMN ആണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഡോട്ടഡ് ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദി എക്സ്റ്റെൻഡഡ് പാർട്ട്. ഓക്കെ, നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്ന, എക്സ്റ്റെൻഡ് ചെയ്താലും അവിടെ ദർ ഇസ് നോ ചേഞ്ചസ്. ഓക്കെ, ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ജസ്റ്റ് നമുക്ക് ഹൈറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ 90 ഡിഗ്രിയിലായിരിക്കണം ഹൈറ്റ് നമ്മുടെ പെർപെൻഡിക്കുലർ മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടുന്ന് ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ അല്ലെ. ഇവിടുന്ന് നമുക്ക് എല്ലിന്റെ അകത്ത് നിന്ന് ഹൈറ്റ് മാർക്ക് ചെയ്യാൻ പറ്റും 90 ഡിഗ്രി? ഇല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇതുപോലെ പ്രോബ്ലം വന്നപ്പം ഞാനൊരു ഫിഗർ വരച്ചപ്പോൾ അതിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചതാണ്. അപ്പൊ ഹൈറ്റ് എന്താണ്? 2 സെന്റിമീറ്റർ ആണ്. ആൻഡ് ബേസ് എന്ന് പറയുമ്പോൾ ഇതല്ല ബേസ്, നമ്മുടെ ഒറിജിനൽ ട്രയാങ്കിളിന്റെ ബേസ് ദാറ്റ് ഇസ് 3 സെന്റിമീറ്റർ. ഓക്കെ, ദെൻ ഫൈൻഡ് ദി ഏരിയ. അപ്പൊ നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ എഴുതാം. Area, this is a triangle, so area half into BH. This is the area, half into BH. അപ്പൊ ഇതിൽ നമുക്ക് ആദ്യം ഒന്ന് ബേസ് ഒക്കെ നോട്ട് ചെയ്യാം. Base is equal to 3 centimeter and next is height. Height is equal to 2 centimeter. Okay, then substitute the values. അപ്പം area equal to half into
base is 3 into 2. Height is 2. Then ഇവിടെയും നമുക്ക് cancelling possible ആണ് 2 and 2. So 3 into 1 is 3. So 3 centimeter square. Area എന്ന് പറയുമ്പോൾ എപ്പോഴെന്താണ് സ്ക്വയർ വേണം. അപ്പൊ 3 centimeter square is the area of this triangle. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? ബേസും ഹൈറ്റും അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പാരലോഗ്രാമിന്റെ ഇക്വേഷൻ തന്നെയാണ്, ബട്ട് അവിടെ എന്താ ഒരു ചേഞ്ച് വരുന്നത്, ഹാഫ് വരുന്നുണ്ട് അല്ലെ. അതായത് രണ്ട് ട്രയാങ്കിൾസ് ഒരുമിച്ച് വെക്കുമ്പോഴാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്, നമ്മുടെ പാരലോഗ്രാം ഫോം ചെയ്യുന്നത്. ഓക്കെ, then next question, second question ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. So second questionൽ find BC if the area of triangle ABC is 36 centimeter square. നമ്മൾ പാരലോഗ്രാമിലും ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏരിയ ഗിവൺ ആയിരിക്കും. ഓക്കെ, ഇവിടെയും ഏരിയ is 36 centimeter square and the height AD is 3 centimeter. അപ്പൊ ഇവിടെ ബേസ് ആണ് തരാത്തത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് BC സോ ദാറ്റ് BC is the base. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നൊരു ട്രയാങ്കിൾ വരച്ചു നോക്കിയാലോ. ട്രയാങ്കിൾ വരച്ചാല് A, B and C. Find BC ആണ് ക്വസ്റ്റ്യൻ ആൻഡ് ഏരിയ is 36 centimeter square and height is 3 centimeter. അപ്പം ഹൈറ്റ് AD ആണ്. അപ്പൊ A ന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു ബേസിലോട്ട്, ദാറ്റ് ഇസ് BC. BC ആണ് ബേസ്. അപ്പൊ ഇവിടെ എന്ത് വന്നു, ഹൈറ്റ് 3 ആണ് കേട്ടോ, ഹൈറ്റ് is 3 centimeter. Then find the base. അപ്പൊ നമ്മൾ ഏരിയയുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BH. ആൻഡ് വാല്യൂസിൽ ബേസ് ഇസ് നോട്ട് ഗിവൻ അല്ലെ, ബേസ് അറിയില്ല, സോ അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ദെൻ ഹൈറ്റ് ഇസ് 3 centimeter. ഹൈറ്റ് 3 centimeter ആണ്. ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BH. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇക്വേഷനിൽ ഏരിയ ഗിവൺ ആണ്. അപ്പൊ നമുക്ക് ഏരിയ എത്രയാണ്, 36 centimeter square ആണ്. ഏരിയ is 36 centimeter square. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, ഇനി നമുക്ക് ബേസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് ആൻഡ് H is 3. ഓക്കെ, ഹാഫ് ഇൻറ്റു B ഇൻറ്റു H എന്ന് വന്നു. അപ്പം ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ ക്യാൻസലിംഗ് ഒന്നുമില്ല, 2 and 3 ആണ്, ക്യാൻസലിംഗ് പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 36 is equal to, ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3/2 എന്ന് എഴുതാം. ഇവിടെ 1 into 3 എന്ന് പറയുമ്പോൾ അത് 3 ആയി, 3/2 B ആണ്. ഓക്കെ, 3/2 B. ആൻഡ് ഇവിടെ നോക്കുമ്പോൾ 3/2 is multiplied with B ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഈ 3/2 മൾട്ടിപ്ലിക്കേഷൻ ഉള്ളതിനെ നമ്മൾ ഈക്വൽസിന്റെ ഈ ഒരു സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ നോട്ട് ചെയ്യാം, 36 divided by 3/2 that is equal to B. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, ഒന്ന് നമുക്ക് നീറ്റ് ആയിട്ട് എഴുതണ്ടേ. അപ്പൊ എങ്ങനെ എഴുതാം, 36 നമുക്ക് ഇതിനെ എന്താക്കാം, ഈ ഡിവിഷനെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആക്കാം. അപ്പൊ ഈ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള ആളുടെ റെസിപ്രോക്കൽ എടുക്കുക. നമ്മള് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അതിനൊന്ന് ഇൻവേർട്ട് ചെയ്യുക, ഇൻവേർട്ടഡ്. ഓക്കെ, റെസിപ്രോക്കൽ മീനിങ് ഇസ് ഇൻവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ 36 into 2/3 എന്ന് നമുക്ക് ഇതിനെ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ 36 divided by 3/2. സോ ദിസ് ഇസ് എ ഫ്രാക്ഷൻ. അപ്പൊ നോർമലി ചെയ്യുന്ന പോലെ ഡിവിഷൻ പോസിബിൾ ആണോ? അല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ ആകുമ്പോഴാണല്ലോ നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. അല്ലാതെ നോർമൽ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് നോർമലി ഡിവിഷൻ ചെയ്യാം. ബട്ട് ഇങ്ങനെ ഫ്രാക്ഷൻസ് വരുമ്പോൾ നമ്മൾ അതിനെ ഡിവിഷൻ ആക്കുന്ന സമയത്ത് ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നു. ഓക്കെ, റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അതിനെ ജസ്റ്റ് ഇൻവേർട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഇസ് 2/3. ഇനി നമുക്ക് പോസിബിൾ ആണ് ഇവിടെ 36 divided by 3 എന്നാണ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 36 into 2 ചെയ്യുക, കിട്ടുന്ന ആൻസറിനെ divided by 3 ചെയ്യുക. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, 36ഉം 3ഉം കൂടെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ 2 കൊണ്ട്
മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, രണ്ടും പോസിബിൾ ആണ്. അപ്പൊ ഇവിടെ ഞാൻ 3ൽ 36 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ 2 വാല്യൂസ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന മെത്തേഡ്, ക്യാൻസലിംഗ് മെത്തേഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പൊ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. നമ്മൾ വലിയ വലിയ ക്ലാസ്സിലോട്ട് എത്തുമ്പോൾ നമുക്ക് മാത്സിലെ പ്രോബ്ലംസ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ 3ൽ 36 ഉണ്ട്. എത്ര ടൈംസ് ആ 3ൽ 36? 12 ടൈംസ് ആണ്. 12 into 3 ആണ് 36 എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാ കട്ട് ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ 3 ആയതുകൊണ്ട് 3ൽ 3 1 ടൈം. ഓക്കെ, ദെൻ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് നമ്മൾ നോക്കാം, സിംഗിൾ ഡിജിറ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പൊ 3 ആണ്. അപ്പൊ 3ൽ 3 1 ടൈം. പിന്നെ 6 ആണ്. 6 3ൽ 2 ടൈംസ്. അതുകൊണ്ടാണ് അത് 12 എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് 12ഉം 2ഉം കൂടെ ഇൻടു ചെയ്താൽ മതി. അപ്പൊ ഡിനോമിനേറ്ററിൽ ആരുമില്ല, ഓൺലി മൾട്ടിപ്ലിക്കേഷൻ. 12 into 2 is 24. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. അവർ ബേസ് ഇസ് ഈക്വൽ ടു 24 സെന്റിമീറ്റർ. ഇവിടെ ബേസ് ആണ്, അതുകൊണ്ട് അറിയാതെ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കരുത്. സോ 24 സെന്റിമീറ്റർ ഇസ് ദി ആൻസർ. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏരിയ ആൻഡ് ഹൈറ്റ് ഇസ് ഗിവൻ, ദെൻ ഫൈൻഡ് ദി ബേസ്, അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ നമ്മൾ സെയിം ഇക്വേഷൻ സെയിം ആണ്, ബട്ട് അതിൽ കൊടുക്കുന്ന വാല്യൂസിൽ ചെറിയൊരു ഡിഫറൻസ് എന്നല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിലൊരു ഫിഗർ ഒക്കെ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഈ ക്വസ്റ്റ്യനിൽ ഇൻ ട്രയാങ്കിൾ PQR, triangle PQR, here PR is 8 centimeter. PR. So this total length is 8 centimeter. Okay. Total length ആണ് കേട്ടോ. PR is 8 centimeter and QR is 4 centimeter. QR is 4 centimeter. Then next is PL. PL is 5 centimeter. Then next is the area of PQR. PQR is triangle, then find the area. അപ്പൊ ഏരിയ കാണാൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് ഉണ്ടോ നോക്കുക, ഹൈറ്റ് ഉണ്ടോ നോക്കുക. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നോക്കുന്ന സമയത്ത് ബേസ് ഉണ്ട് അല്ലെ, ബേസ് ഇസ് 4 സെന്റിമീറ്റർ. ബേസ് 4 സെന്റിമീറ്റർ ഉണ്ട്. ദെൻ ഹൈറ്റ് എടുക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതിൽ ഏത് ബേസ് ആക്കി എടുക്കണം, എപ്പോഴും താഴെ വരുന്നതാണോ ബേസ് എന്ന്? താഴെ വരുന്നതിന് അല്ല കേട്ടോ ബേസ് എന്ന് പറയുന്നത്. അത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ബേസ് ആയിട്ട്. എപ്പോഴും നമ്മുടെ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ അതിന്റെ ആ ബോട്ടത്തിൽ വരുന്ന സൈഡ് തന്നെ നമുക്ക് ബേസ് ആക്കി എടുക്കാൻ പറ്റുന്നു അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഏത് സൈഡിനെ ബേസ് ആക്കി എടുക്കാം. പക്ഷെ ആ സൈഡ് ബേസ് ആക്കി എടുത്താൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം ഹൈറ്റ് വരേണ്ടത്. ഇപ്പൊ ഞാൻ ഈ ഒരു PR ബേസ് ആക്കി എടുത്ത ദിസ് MQ ഇസ് ദി ഹൈറ്റ്. MQ ആണ് ഹൈറ്റ്. ഓക്കെ, സോ ഹിയർ ഞാൻ എന്ത് ചെയ്തു, ഈ 4 സെന്റിമീറ്റർ ബേസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് എന്തായാലും 90 ഡിഗ്രി പെർപെൻഡിക്കുലർ വരയ്ക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഹൈറ്റ് 5 സെന്റിമീറ്റർ എന്ന് എടുത്തത്. അപ്പൊ നമുക്ക് ഹൈറ്റ് 5 സെന്റിമീറ്ററും ബേസ് 4 സെന്റിമീറ്ററും ആയിട്ട് എടുത്തിട്ട് ട്രയാങ്കിൾ PQRന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്താലോ. ഫസ്റ്റ് നമുക്ക് വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതി വെക്കാം. ദാറ്റ് മീൻസ് ബേസ് 4 സെന്റിമീറ്റർ, then height 5 centimeter, then next is the area. Okay, area of triangle PQR ആണ്. area of triangle PQR, that is equal to half into BH. This is our equation. Any values substitute ചെയ്യണം. So half into base is 4 into and height is 5. Okay, 1/2 into 4 into 5. Then ഇവിടെ 2ഉം 4ഉം വന്നു. അതുകൊണ്ട് നമുക്ക് 2ൽ 2 is 1 time and 4 is 2 times. Okay, then 2 into 5 is 10. So 10 ആണ് ആൻസർ വരുന്നത്. This is area. So 10 centimeter square. 10 centimeter square ആണ് നമുക്ക് ഏരിയ ആയിട്ട് വരുന്നത്. സോ ഇവിടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. QM, where is QM? This is QM. Okay,
ഇതാണ് നമ്മുടെ ക്യു എം. സോ ആ ക്യു എമ്മിന്റെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട്, അത് ഹൈറ്റ് ആണ് അല്ലെ. ക്യു എം ഇസ് ഓൾസോ ഹൈറ്റ്. ഇതാ ഇവിടെ 90 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഹൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ പെർപെൻഡിക്കുലർ ആണ് അല്ലെ. സോ അപ്പൊ ഇവിടെ ഇതാ ക്യു എം ഹൈറ്റ് ആണ്. അപ്പം ഈ ഒരു കേസിൽ ആ ഒരു ഹൈറ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ബേസ് നമുക്ക് ഏത് സൈഡും ബേസ് ആയിട്ട് എടുക്കാം, പക്ഷെ ആ ഒരു സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കണം ഹൈറ്റ് വരേണ്ടത്. അപ്പൊ നമ്മൾ ഇത് ബേസ് ആക്കി എടുത്താൽ ഇതാണ് ഹൈറ്റ്, അതേ ഹൈറ്റ് ആണ് ഇവിടെ വരിക? അല്ല, കാരണം നമുക്ക് ഈ ഒരു ഹൈറ്റിന്റെ ബേസ് 8 സെന്റിമീറ്റർ, പി ആർ ഇസ് ദി ബേസ്. ഓക്കെ, അപ്പൊ ഡിഫറൻസ് ഉണ്ട്. ബട്ട് ഇവിടെ ഒരു കാര്യം ഈക്വൽ ആണ്, ദാറ്റ് ഇസ് അവർ ഏരിയ. ഓക്കെ, ഈ ട്രയാങ്കിളില് ഏരിയയിൽ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് സൈഡ് മാറ്റുന്നു അല്ലെങ്കിൽ ഹൈറ്റ് മാറുന്നു എന്ന് പറയുമ്പോൾ ഇതിപ്പോ ട്രയാങ്കിൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ള അതേ ഹൈറ്റ് ആണ് ഇവിടെ ഇങ്ങോട്ട് വരിക? അല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി ഇവിടെയൊക്കെ ചെറിയ 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 ഹൈറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഹൈറ്റ് ഇസ് ചേഞ്ച്, ബട്ട് ഏരിയ ഇസ് സെയിം. സോ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഏരിയ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഇസ് 10 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നിങ്ങൾ വീണ്ടും ഏരിയയുടെ ഇക്വേഷൻ യൂസ് ചെയ്യുക. സോ ഏരിയ 10 ആയിട്ട് എടുക്കുന്നു, ദെൻ ഇപ്പം ബേസ് 8 ആയിട്ട് എടുക്കുന്നു. അവിടെ നമുക്ക് ഹൈറ്റ് അറിയില്ല, 8 ബേസ് ആയിട്ട് വരുന്നതിന്റെ ഹൈറ്റ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. സോ ആദ്യം നമ്മൾക്കൊന്ന് ഏരിയ നോട്ട് ചെയ്ത് വെക്കാം. ഏരിയ ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ആണ് കേട്ടോ, 10 സെന്റിമീറ്റർ സ്ക്വയർ. ആൻഡ് ബേസ്, ഇപ്പൊ നമ്മുടെ ബേസ് മാറി, നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് 8 സെന്റിമീറ്റർ ആണ്. 8 സെന്റിമീറ്റർ, ദാറ്റ് ഇസ് ദി ബേസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഫൈൻഡ് ദി ഹൈറ്റ്. ഹൈറ്റ് ആണ് ക്യു എം ആണ് പറഞ്ഞത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഹൈറ്റ് ചെയ്യാം. അപ്പൊ ഏരിയയുടെ ഇക്വേഷൻ എന്ന് ആദ്യം നോട്ട് ചെയ്യാം. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ആൻഡ് ഏരിയ ഇസ് 10, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ഹാഫ് ഇൻറ്റു ബേസ്, ബേസ് 8 ആണ്, സോ 8 ഇൻറ്റു ദെൻ എച്ച് ഹൈറ്റ്. ഓക്കെ, ദെൻ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവിടെ തന്നെ ക്യാൻസലിംഗ് പോസിബിൾ ആണ്. ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം കേട്ടോ. ഇവിടെ 2 8 4 ടൈംസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 10 is equal to 4 into h, that is 4h. 4h. And what is h? h is equal to, ഈ 4നെ നമ്മൾ ജസ്റ്റ് ഈ ഒരു സൈഡിലോട്ട് മൂവ് ചെയ്യുന്നു. ഇവിടെ 4 മൾട്ടിപ്ലിക്കേഷൻ ആണ്, 4 into h ആണ്. So that multiplication is changed into division. അപ്പൊ 10 divided by 4 ആയിട്ടുണ്ട്. ഓക്കെ, സോ h is equal to 10 by 4. ദെൻ അതിന് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം അല്ലെ. 10ഉം 4ഉം നമുക്ക് 2ല് ക്യാൻസൽ ചെയ്യാം. ക്യാൻസലിംഗ് മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, 2ല് 2ഉം 10ഉം ഉണ്ട്, അതുപോലെ 4ഉം ഉണ്ട് ടേബിൾ അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അപ്പൊ 2ല് 4 is 2 times and 10 is 5 times. ദെൻ ഇനി പോസിബിൾ ആണോ? നോ, ഇനി പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ അവിടെ ഇനി എന്ത് ചെയ്യണം? നമ്മൾ നോർമൽ ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യണം. ഇൻ കേസ് നിങ്ങൾക്ക് ക്യാൻസലിംഗ് ടഫ് ആണെങ്കിലും നോർമൽ ഡിവിഷൻ ചെയ്യാം, ബട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യാൻസലിംഗ് മെത്തേഡ് പഠിക്കണം. എന്നാൽ മാത്രം നമുക്ക് ഇനി 10th 9th സ്റ്റാൻഡേർഡ്സിലൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലംസ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. അതർവൈസ് അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും? ഈ ലോങ് ഡിവിഷൻ തന്നെ ഫോളോ ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി 5/2 നമുക്ക് എന്തായാലും ക്യാൻസലിംഗ് പറ്റില്ല, അവിടെ നമ്മൾ നോർമൽ ഡിവിഷൻ തന്നെ ചെയ്യാം. അപ്പൊ 5 and 2 into 2 times 4 വരും. then balance is 1. then 0 കൊടുക്കുമ്പോൾ പോയിന്റ് കൊടുത്തു. 2ല് 5 times ആണ് 10 വരുന്നത്. so answer is 2.5. so the height is equal to 2.5 centimeter. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ find the QM ആണ്. so QM is 2.5 centimeter. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ട്രയാങ്കിൾ തന്നെ 2 ഹൈറ്റ് വരച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രോബ്ലം. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? ഈസി ആയിട്ട് തന്നെ വരുന്ന ഒരു പ്രോബ്ലം ആണ്. നമ്മളൊന്ന് നോക്കി ചെയ്താൽ മാത്രം മതി. അവിടെ ബേസിസ് മാറുന്നുണ്ട്. ഓക്കെ, ആ പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്. സെയിം ബേസിലല്ല വരുന്നത്, ബേസിസ് ആർ ചേഞ്ച്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ മുന്നേ കുറെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്തു, എങ്ങനെയാണ് ട്രയാങ്കിളിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എക്സസൈസിലോട്ട് പോവാം. എക്സസൈസിൽ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഫോളോയിങ് പാരലോഗ്രാം. അപ്പൊ നമ്മൾ നേരെ ഇവിടെ ചേഞ്ച് വന്നു അല്ലെ, ട്രയാങ്കിൾ അല്ല. കാരണം നമ്മൾ ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ 2 സെഷൻസ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. അതായത് ഫസ്റ്റ് സെഷനിൽ വരുന്ന ഏരിയ ഓഫ് പാരലോഗ്രാം ആണ്. പാരലോഗ്രാമിന്റെ ഏരിയ ചെയ്യാൻ ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ദെൻ ട്രയാങ്കിളിന്റെ ഏരിയ ആണെങ്കിൽ അതെന്തായിരിക്കും? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു എച്ച് ആണ്, അതായത് ഹൈറ്റ് ആണ്.
ഓക്കെ, അപ്പൊ 2 ഇക്വേഷൻസ് നമ്മളിപ്പോ പഠിച്ചു ഈ ചാപ്റ്ററിൽ. ആ 2 ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു എക്സസൈസിൽ പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കാം. Find the area of the following parallelogram. So this is parallelogram. ഈ parallelogramൽ already values ഒക്കെ given ആണ്. Parallelogramന്റെ base is 7 cm and height is 4 cm. ചെയ്യാലോ നമുക്ക് ഏരിയ. അപ്പൊ നിങ്ങൾ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതണം ആൻസർ ചെയ്യുന്ന സമയത്ത്. നമുക്ക് ഇവിടെ തന്നെ ഡയറക്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും what is the answer, അല്ലെ? ബട്ട് നമുക്ക് ഒരു സ്റ്റെപ്സ് ഉണ്ട്, ആ സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്ത് വരാം. സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഗിവൺ വാല്യൂസ് ആണ് ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ബേസ് ഇസ് ഗിവൺ, സോ ബേസ് ഇസ് ഈക്വൽ ടു 7 centimeter and next is height. So height is equal to 4 centimeter. Okay, then this is a parallelogram. Then next is area. Area, parallelogram in the area is equal to base into height, that is b into h ആണ്. അപ്പൊ ബേസ് വരുന്നത് 7 ആണ്. സോ 7 into 4, 7 into 4 is 28 അല്ലെ? 7 into 4 ചെയ്യുമ്പോൾ 28 വരും. അപ്പൊ 28 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ കൊടുക്കണം യൂണിറ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ല എങ്ങനെയാ ചെയ്യുന്നതെന്ന്? ഡയറക്റ്റ് ആണ്, നമുക്ക് ബേസും ഹൈറ്റും തന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഏരിയ ചെയ്യാം. പക്ഷെ ഇക്വേഷൻ അറിയണം. ഓക്കെ, ഇക്വേഷൻ പഠിച്ചു വെക്കാൻ നന്നായിട്ട് മറന്നുപോകരുത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് സെയിം ടൈപ്പ് ആണ്. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഫോളോയിങ് പാരലോഗ്രാം. പാരലോഗ്രാം തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് ബേസ് ദെൻ ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു ഫിഗറിൽ കണ്ടോ, ഇത് ബേസ് അല്ല കേട്ടോ, ഇവിടെ ചേഞ്ച് വരരുത്, കാരണം നിങ്ങൾ മാറി പോവരുത്. കറക്റ്റ് ആയിട്ട് നോക്കുക. ഈ ഡോട്ടഡ് ലൈനെയാണ് അവരുടെ 4.8 എന്ന് മാർക്ക് ചെയ്തത്. ആൻഡ് ദാറ്റ് ബേസ് ഇസ് 5 centimeter. ഓക്കെ, അപ്പൊ നമുക്ക് ഏരിയ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യുക വാല്യൂസ് ഒക്കെ. ബേസ് ഇസ് ഈക്വൽ ടു 4.8 centimeter. സോറി ഹൈറ്റ് ആണ്, ബേസ് അല്ല, ഹൈറ്റ് ആണ്. ബേസ് 5 ആണ് കേട്ടോ, 5 centimeter ബേസ്. ദെൻ ഹൈറ്റ് is equal to 4.8 centimeter. So base is 5 centimeter and height is 4.8 centimeter. Then question is area. Area is equal to base into height. Base into height ആണ്. അപ്പൊ ബേസ് 5 ആണ്. 5 into 4.8. ഓക്കെ, സോ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഡെസിമൽ പോയിന്റിനെ മാറ്റി വെച്ചുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇവിടെ 48 into 5 ചെയ്താൽ മതി. അപ്പൊ 48 into 5. 8 into 5, 14, 4. Then 4 into 5 is 20. 20 plus 4 is 24. So answer is 240. But ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 1 ഡിജിറ്റ് ആണ്. അപ്പൊ ആൻസറിൽ നമ്മൾ അങ്ങനെ കൊടുക്കണം. അപ്പൊ 24 ആവും ആൻസർ. അപ്പൊ 24 centimeter square. That is the area. 24 centimeter square. ക്ലിയർ അല്ലേ? നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഫോളോയിങ് പാരലോഗ്രാം. സെയിം ടൈപ്പ് ആണ് കേട്ടോ. ഈ 3 ക്വസ്റ്റ്യനും ഫിഗറിന്റെ ബേസിൽ നമ്മൾ ഏരിയ ഫൈൻഡ് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഡോട്ടഡ് ലൈൻ ആണ് നമ്മുടെ ഹൈറ്റ്. സോ അത് നമ്മുടെ ബേസിന് പെർപെൻഡിക്കുലർ വന്നു. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ സ്ക്വയർ കൊടുത്തത്. സ്ക്വയർ മീനിങ് ഇസ് 90 ഡിഗ്രി ആംഗിൾ. ഓക്കെ, ഇത് 90 ഡിഗ്രി ആംഗിൾ ആണ്. അപ്പൊ ഹൈറ്റ് 3.5 സെന്റിമീറ്ററും ബേസ് ഇസ് 2.5 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ബേസ് എഴുതുന്നു. ബേസ് ഇസ് ഈക്വൽ ടു 2.5 centimeter and next is height equal to 3.5 centimeter. Okay, then area. Next, write the equation. Area is equal to base into height. So base is 2.5, then into height is 3.5. സോ ഈ കേസിലും ചെയ്യുന്ന സമയത്ത് ആ ഡെസിമൽ പോയിന്റ്സിന് അങ്ങ് മാറ്റി വെച്ച് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 25 into 35. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. 25 into
35. So 5 into 5, 25 in a 5, then 2 is balance. Then 5 into 2, 10, 10 plus 2 is 12. Then 5 into 3 is 15. 15 5 കൊടുക്കുന്നു. Then balance 1. Then 3 into 2, 6 ഉം 1 ഉം 7. So the answer is 5, then 7 and 8. 875 is the answer. But here after decimal point 2 digits ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു 875ന് 8.75 എന്ന് വരും അല്ലെ. 8.75 പോയിന്റ് കഴിഞ്ഞാൽ 2 ഡിജിറ്റ്സ് വേണം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഏരിയ ആണ് സെന്റിമീറ്റർ സ്ക്വയർ. സോ ഏരിയ ഓഫ് ദിസ് പാരലോഗ്രാം is 8.75 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞു. ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്? പാരലോഗ്രാമിന്റെ ഏരിയ ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഫോളോയിങ് ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കുന്ന ഏരിയ ഓഫ് പാരലോഗ്രാം ആൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പൊ പാരലോഗ്രാം നമ്മൾ ചെയ്തു, ഇനി നമുക്ക് ഇതിനെ ട്രയാങ്കിളിന്റെ ചെയ്യാം. അപ്പൊ ഇക്വേഷൻ മാറി അല്ലെ. അപ്പം ഓർക്കണം, അറിയാതെ ഇക്വേഷൻ ചേഞ്ച് ആയി പോകരുത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഓക്കെ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഫിഗർ, യെസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫിഗർ. സോ ഈ ഒരു ഫിഗറിന്റെ അകത്ത് ബേസ് ഉണ്ട് 4 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഇസ് 3 സെന്റിമീറ്റർ. നോക്കുക കറക്റ്റ് ആയിട്ട് ഇതന്നെയല്ലേ നമ്മുടെ ഹൈറ്റ്, ഡോട്ടഡ് ലൈൻ ആൻഡ് 90 ഡിഗ്രി. സോ ദിസ് ഇസ് ഹൈറ്റ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് എഴുതാം? ബേസ് എഴുതി വെക്കാം. ബേസ് 4 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 3 സെന്റിമീറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ ചെയ്യണം. അപ്പം ഏരിയ ഇസ് ഈക്വൽ ടു ട്രയാങ്കിൾ ആണ്. സോ ട്രയാങ്കിളിന്റെ കേസിൽ ഹാഫ് ഇൻറ്റു ബി എച്ച്, ദാറ്റ് ഇസ് ദി ഇക്വേഷൻ. ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹാഫ് ഇൻറ്റു ബേസ് 4 ആണ്, ദെൻ ഇൻറ്റു ഹൈറ്റ് 3 ആണ്. നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 2 and 4 ആണ്. 2 4 2 times and 2 into 3 is 6. So the answer is 6 centimeter square. Area of this triangle is 6 centimeter square. Okay, ക്ലിയർ ആയില്ലേ? ദെൻ ഇനി നമുക്ക് ഒരു പിക്ചറും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫിഗറിലോട്ട് നമുക്ക് പോവാം. നെക്സ്റ്റ് ഫിഗറിന്റെ കേസിൽ യെസ്, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ട്രയാങ്കിൾ വരുന്നത്. ഈ ഒരു ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഇസ് 2 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒന്ന് വാല്യൂസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം. ബേസ് ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. 3 and 2 ആണ് കേട്ടോ. ദെൻ ഇനി എന്ത് ചെയ്യാ? ഏരിയയുടെ ഇക്വേഷൻ, ഏരിയ ഇസ് ഈക്വൽ ടു half BH. half BH, ഏരിയ ഈക്വൽ ടു half BH ആണ്. അപ്പൊ ഇവിടെ ചെയ്യുന്ന സമയത്ത് half into base is 3 then height is 2. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഇതിലോട്ട് നോക്കുമ്പോൾ ആ 2 ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ 2 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ 2നെ കട്ട് ചെയ്യാം, അതായത് ക്യാൻസൽ ചെയ്യാം. 2 2 എന്ന് പറയുന്നത് 1 time. ഓക്കെ, ദെൻ ബാലൻസ് അവിടെ വരുന്നത് 3 മാത്രമേ ഉള്ളൂ. സോ ദി ആൻസർ ഇസ് 3. അപ്പൊ ഏരിയ 3 ആണ്. So that is equal to 3 centimeter square. Okay, area is 3 centimeter square. അപ്പൊ ക്ലിയർ ആയോ എങ്ങനെ ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ടുള്ളതെന്ന്? ഓക്കെ, സോ അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആയിരുന്നു. ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ ഫൈൻഡ് ചെയ്യാന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അതായത് പാരലോഗ്രാമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാം. ബട്ട് രണ്ടിന്റെയും ഏരിയ ഈക്വൽ അല്ല. ഓക്കെ, അത് ഓർത്ത് വെച്ചാൽ മതി. പാരലോഗ്രാം ആകുമ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബട്ട് അത് ട്രയാങ്കിളിൽ വരുന്ന സമയത്ത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഇൻറ്റു ഹൈറ്റിന്റെ ഹാഫ് ആണ്. ഓക്കെ, 2 ട്രയാങ്കിൾസ് ഒരുമിച്ച് വെച്ച് ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് പാരലോഗ്രാം കിട്ടുന്നത്. ഓക്കെ, യെസ്. അപ്പം ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്തു. ദെൻ അതിനുശേഷം ലാസ്റ്റ് നമ്മൾ എക്സസൈസ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ്. അപ്പൊ അതിൽ മിക്സഡ് ആയിട്ടാണ് വരുന്നത്. അതായത് ക്വസ്റ്റ്യൻസ് പാരലോഗ്രാമിലും ഉണ്ട്, ട്രയാങ്കിളിലും ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പാരലോഗ്രാമിന്റെ ചെയ്തു, രണ്ടാമത് നമ്മൾ ട്രയാങ്കിളിന്റെ ചെയ്തു. അപ്പൊ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ബാക്കി എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.